ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ സാഗർ ആ രഹസ്യം അറിയുമ്പോഴത്തേനും ചേച്ചിയമ്മയോടായിട്ട് പറയുന്നുണ്ട്, ചേച്ചിയമ്മയെ ഒരിക്കലും തന്നെ ഇത് സുജു അറിയരുത്, അറിഞ്ഞാൽ അവൾ വിഷമിക്കും, നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമത് ഒരാൾ ഇത് അറിയരുതെന്ന് പറയുന്നു. ഇല്ല, ഞാനൊന്നും പറയില്ല, പറഞ്ഞാൽ അവൾക്കിത് താങ്ങാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കൺമണിയുടെ വീട്ടിൽ വെച്ച് തന്നെ സുജു എന്തായാലും കൺമണി ചായയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം തന്നെ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ മോളെ നന്നായിട്ടൊന്ന് കാണാൻ സാധിച്ചില്ല. അപ്പോൾ എൻ്റെ പ്രശ്നമാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇന്ന് എൻ്റെ മോളെ ഞാനൊന്ന് ശരിക്ക് കാണട്ടെ, അങ്ങനെ ചായയൊക്കെ എടുത്ത് കുടിക്കാനായിട്ട് നോക്കുന്നു. മോൾ ഇവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അടുത്തിരുത്തുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കാര്യം കൂടി മോളോട് പറയാനായിട്ട് പോവാണ്. മറ്റൊന്നുമല്ല, മോൾക്കൊരു സ്വീകരണം വീട്ടിൽ വെച്ച് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് വലിയൊരു ഓർഡർ അല്ലേ മോള് ഉണ്ടാക്കി തന്നത്. അതിൻ്റെ കാര്യത്തിനും പിന്നെ എനിക്ക് എൻ്റെ മോൻ്റെ ഭാര്യയോട് കുറച്ച് സംസാരിക്കണം, എല്ലാവരുടെ മുന്നിൽ വെച്ചും അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കണം, ആ രീതിയിലുമാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ, ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട്, എന്തായാലും പെണ്ണ് കാണാൻ വന്നതല്ലേ, പെണ്ണിനും ചെറുക്കനും സംസാരിക്കാനുണ്ടാവുമല്ലോ എന്ന് പറയുമ്പോഴത്തേനും അത് ഞാനല്ല പറയേണ്ടത്, പെണ്ണിൻ്റെ അച്ഛനാണ് ആ കാര്യങ്ങൾക്ക് സംസാരിക്കേണ്ടതെന്ന് പറയുന്നു. അതിനുശേഷം കൺമണിയും സുജുവും കൂടി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇപ്പോൾ സുജു. അങ്ങനെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. പോട്ടെ മോളെ, എന്തായാലും ഞങ്ങളൊരു ഡേറ്റ് പറഞ്ഞിട്ട് എല്ലാവരും ക്ഷണിക്കാം. പിന്നെ മനോജിനെയും അതുപോലെ തന്നെ കൺമണിയുടെ അച്ഛനെയൊക്കെ സാഗർ നേരിട്ട് വിളിക്കും. ധനലക്ഷ്മി എവിടെ ചോദിക്കുമ്പോൾ അവളിപ്പോൾ വീട്ടിലേക്ക് പോയതാണ്, ഞാൻ അവളെ നേരിട്ട് വിളിക്കണോ? അതൊന്നും വേണ്ട മാഡം, ഞങ്ങൾ തന്നെ പറഞ്ഞോളാം എന്ന് പറയുന്നു. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് സുജുവും അതുപോലെ കൃഷ്ണൻ പോകുന്നു കേട്ടോ. പിന്നീട് അമ്മായിമാർക്ക് സന്തോഷമാവുന്നുണ്ട്. എടി മോളെ സന്തോഷമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കൺമണിയുടെ അച്ഛനാണെങ്കിൽ മനോജിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ സുജാത വന്നിട്ടുണ്ടായിരുന്നു, അവർ കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. പിന്നെ ആ ഓർഡർ കിട്ടിയതോടുകൂടി തന്നെ അവരുടെ മനസ്സിൽ കൺമണിക്ക് വലിയൊരു സ്ഥാനമായി. അതിന് വേണ്ടിയിട്ടൊരു സ്വീകരണമൊക്കെ മോൾക്ക് ഒരുക്കിയിട്ടുണ്ട്. മോനെയും വിളിച്ചിട്ടുണ്ട്. മോനെ ധനലക്ഷ്മിനെയും കൂടെ വിളിക്കണമെന്ന് അവർ പറയുന്നത്. അത് വേണോ അച്ഛാ? രണ്ടാമത് നമുക്കൊന്ന് ആലോചിക്കണം. അല്ല, ഇവിടുത്തെ മൂത്ത മരുമകളല്ലേ അവൾ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ. പിന്നെ കൺമണിക്കൊന്ന് ഫോൺ കൊടുത്തേന്ന് പറയുന്നു. അങ്ങനെ കൺമണിക്ക് ഫോൺ കൊടുത്തിട്ട് കൺമണിയോട് സംസാരിക്കുന്നുണ്ട്. ഏട്ടന് ഒരുപാട് സന്തോഷമായി മോളെ, ഇത്രയും വലിയ കാര്യം എൻ്റെ മോൾ ചെയ്തല്ലോ, അഭിമാനമാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേന് കൺമണി പറയുന്നുണ്ട്, ഏട്ടൻ വരില്ലേ? ഏട്ടൻ തീർച്ചയായും വരുമെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മനോജ് നല്ല സ്നേഹത്തോടു കൂടി തന്നെ കൺമണിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു കേട്ടോ. തീർച്ചയായും ഏട്ടൻ വരുന്നതാണ് മോളെ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ഏട്ടൻ, അതായത് കൺമണിയുടെ അച്ഛൻ വരുന്നുണ്ട്. അമ്മായിമാർ ചോദിക്കുന്നുണ്ട്, ഏട്ടൻ എന്ത് ഭാവിച്ചിട്ടാണ്? ധനലക്ഷ്മിയെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും ഈ ഫംഗ്ഷന് പങ്കെടുക്കില്ല കേട്ടോ, ഞങ്ങൾക്ക് ഇനി താല്പര്യമില്ല, അവൾ വന്നാൽ എപ്പോഴും അലമ്പാക്കും, അതുകൊണ്ട് ഏട്ടൻ ഞങ്ങളെ പ്രതീക്ഷിക്കേണ്ട, അവൾ വിളിക്കുകയാണെന്ന് പറയുന്നു. അപ്പോഴത്തേനും കൺമണിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നമ്മൾ ചെയ്യേണ്ടത്? അമ്മായിമാർ നല്ല രീതിക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നത്, അവരെ വെറുപ്പിക്കരുത്, ഒന്നുകൂടി ആലോചിച്ചിട്ട് മാത്രം ഏട്ടത്തിയെ വിളിക്കേണ്ട കാര്യം ആലോചിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് വരുണിനെ തന്നെ കാണിക്കുന്നുണ്ട്. മാനസയാണെങ്കിലോ ഇറങ്ങി വരുന്ന സമയത്ത് മോളെ മാനസി എന്ന് പറഞ്ഞിട്ട് പുറകെ കൂടുന്നുണ്ട്. എന്താ വരുൺ, നീ പോയില്ലേ? ഞാൻ എങ്ങനെ പോവും? എനിക്ക് പോകാൻ പറ്റുമോ? എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തായോ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് പോകാനാ പറയുന്നത്. നീ ഒന്ന് അനങ്ങാൻ നിൽക്കടി, കാരണം എനിക്കിവിടുന്ന് പോകാൻ പറ്റണ്ടേ. പിന്നെ ഞാൻ എങ്ങോട്ട് പോകും? നീ ഉള്ളിടത്ത് ഞാനും ഉണ്ടാവും, എനിക്കങ്ങനെ പെട്ടെന്നൊന്നും നിന്നെ വിട്ട് പോകാൻ സാധിക്കില്ല. എവിടേക്കാണ് ഞാൻ പോവുക? എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയില്ലേ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അപ്പോഴത്തേന് അച്ഛൻ വരുന്നുണ്ട് കേട്ടോ. മാനസയുടെ പെട്ടെന്ന് എവിടെയും പോയി ഒളിക്ക് വരുണേ എന്ന് പറയുന്ന അവിടെ ഒരു റൂമിനകത്ത് കയറി നിൽക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ, മോൾക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടല്ലേ, ഇന്ന് തന്നെ ഞാൻ സാഗറിനെ കാണാൻ പോവും, മോൾ പറഞ്ഞതുപോലെ പറയും കാര്യങ്ങളെല്ലാം തന്നെ എന്ന് പറയുന്നു. അച്ഛൻ സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഏറ്റു, ഇനി ഞങ്ങളുടെ ജീവിതം മോൾക്ക് വേണ്ടിയാണെന്ന് ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് മോളിക്ക് പോകുന്നു. അതിനുശേഷം വരുണ വീണ്ടും വരുന്നുണ്ട് കേട്ടോ. നിന്നോട് പറഞ്ഞല്ലേ, എന്തൊക്കെ എല്ലാ കാര്യങ്ങളും നടക്കാനായിട്ട് പോവല്ലേ, എനിക്ക് ഭക്ഷണം പിന്നെന്താ അറിയോ, നമ്മൾ തമ്മിൽ നല്ല വൈബാണ്, എന്തായാലും ഇവൻ്റെ സുന്ദരി മാനസയല്ലേ, പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് മാനസയെ സോപ്പിട്ട് നിൽക്കുന്നു. കാരണം ഇപ്പോൾ മാനസയും വേണമെന്നാണ് വരുണിൻ്റെ ആഗ്രഹം കേട്ടോ. അതിനുശേഷം തന്നെ സാഗറിനെയും ദേവ് സാറിനെയും കാണിക്കുന്നുണ്ട്. ദേവ് സാറിനെ വിളിച്ചിട്ട് ഇങ്ങനത്തെ ബാലരാമൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. സാഗർ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ പറയുന്നത് കേട്ടിട്ട് തൻ്റെ മകനെ വിശ്വസിക്കാതിരിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? അവനെക്കുറിച്ച് വ്യക്തമായി ഞാൻ അന്വേഷിക്കാം, എന്നിട്ട് താൻ സമാധാനമായിട്ടിരിക്കേ,
എന്ന് പറയുന്നുണ്ട്. ദേവ് സാറ് ഇങ്ങനെ ഒരു ഉറപ്പ് തരുമ്പോൾ പിന്നെ എന്താ ഞാൻ ചിന്തിക്കേണ്ടത്? ഞാൻ അവനെക്കുറിച്ച് അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. പിന്നെ ഇന്ന് സുജു കൺമണിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. കൺമണിക്ക് ഈ വീട്ടിൽ വെച്ചൊരു സ്വീകരണം കൊടുക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. സുജാതയ്ക്ക് അത് തോന്നിയത് വലിയ കാര്യമായിപ്പോയി എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ അന്ന് തന്നെ അവരുടെ കല്യാണത്തിൻ്റെ ഡേറ്റും എല്ലാവരും അനൗൺസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ബലരാമൻ്റെ കല്യാണം ഒരുമിച്ച് നടത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ബലരാമൻ്റെ കാര്യത്തിൽ കുറച്ച് താമസം നമുക്ക് എടുക്കണം, കൃഷിൻ്റെ കാര്യം നടക്കട്ടെ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ സുമിത്രയെ കാണിക്കുന്നുണ്ട്. ബലരാമൻ എന്ത് സുമിത്രൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും കൂടെ ഭാഗ്യശ്രീ വരുന്നുണ്ട് കേട്ടോ. ഏട്ടൻ ഇവരുടെ അടുത്തേക്കാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി, അതാണ് പുറകെ വന്നത്. എൻ്റെ മോൻ എന്നെ സ്നേഹിക്കുന്ന എനിക്ക് പറ്റുന്നില്ലേ? ഏട്ടൻ ഒരു കാര്യം ചെയ്യും, ഇതെൻ്റെ അച്ഛനും അമ്മയാണ്, ഏട്ടൻ വീട്ടിലേക്ക് പോകും. ഏട്ടൻ ഒരു ഗുണ്ടയായിട്ടാണ് ഇവരുടെ മുന്നിൽ നിൽക്കുന്നത്, അതിനു വേണ്ടിയാണ് ഇവർ വളർത്തി വലുതാക്കിയത്. പെട്ടെന്ന് തന്നെ പോകാനായിട്ട് പറയുന്നു. ഇവനെ പറഞ്ഞയക്കാൻ നിനക്ക് എന്താടി തോന്നുന്നത് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഏട്ടൻ ഇവിടെ നിൽക്കണ്ട, ഞാനുണ്ട് നിങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛന് തീരെ വൈകാം, എന്തോ ആയിക്കോട്ടെ, അത് ഏട്ടൻ്റെ ആരുമല്ല, പെട്ടെന്ന് തന്നെ പൊയ്ക്കോളാൻ പറയുന്നുണ്ട്. മോളെ ഏട്ടൻ പൊയ്ക്കോ, അല്ലെങ്കിൽ ഭാഗ്യശ്രീ ആയിട്ടുള്ള ഒരു ബന്ധം ഏട്ടൻ ഉണ്ടാവില്ല എന്ന് പറയുന്നു. എന്നാലും ഭാഗ്യശ്രീ ഒരുപാട് ഇഷ്ടമായ ബലരാമൻ തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നീട് സുമിത്ര പറയുന്നുണ്ട്, നിനക്ക് എന്ത് തോന്നുന്നുണ്ട് രാമനെ ഞങ്ങളിൽ നിന്ന് അകറ്റാൻ? പിന്നെ നിങ്ങൾക്ക് വേണ്ടി ചാവേറാവാൻ ഇനി ഏട്ടനെ കിട്ടില്ല, അതുകൊണ്ട് തന്നെ ഏട്ടൻ പൊക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലഗോപാലിൻ്റെ ആളുകൾ എവിടെയും ചോദിക്കുന്ന നഴ്സ്, അങ്ങനെ വേറെ ആൾക്കാരായിട്ടാണ് പോകുന്നത്. അമ്മയല്ലേ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നത്, ഇതൊക്കെ ആരാ പോകുന്നത് ചോദിക്കുമ്പോൾ, അതിന് ബാലഗോപാലൻ എന്ന് പറഞ്ഞാൽ നിൻ്റെ അച്ഛൻ മാത്രമല്ലല്ലോ, വേറെ ആൾക്കാരില്ലേ എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ വീണ്ടും എന്നെ പറ്റിക്കായിരുന്നല്ലേ? ഏട്ടൻ്റെ സഹതാപം സ്നേഹം പിടിച്ചു പറ്റി, ഇപ്പോൾ ഇങ്ങനെ ഏട്ടനെ കൊണ്ട് എന്തിനാ ഇങ്ങനെ ഒരു നാടൻ ഘടിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മരിക്കണവരെ അവൻ കൂടെ നിൽക്കണം, അതിനു വേണ്ടി തന്നെയാണ്. മരിക്കുന്നത് വരെയോ? എന്തൊക്കെയാണ് അമ്മ പറയുന്നത് ചോദിക്കുമ്പോൾ, അങ്ങനെ തന്നെയാണ്, പക്ഷെ നീ അവനെ ഞങ്ങൾക്ക് വിട്ടു തന്നില്ലെങ്കിൽ ഉടനെ തന്നെ അത് ഉണ്ടാവുമെന്ന് പറയുന്നു. മര്യാദയ്ക്ക് അവൻ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുകയായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കുന്നു കേട്ടോ. അങ്ങനെ ഭാഗ്യശ്രീക്ക് ഒന്നും പറയാൻ പറ്റാതായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബലരാമിൻ്റെ പുറകിലുള്ള ആ കറുത്ത കൈകൾ ഇവരുടേത് തന്നെയാണോ? ഇവർ ഏട്ടനെ അപായപ്പെടുത്തും എന്നുള്ളൊരു ടെൻഷനായി കേട്ടോ. അതിനുശേഷം തന്നെ എത്ര ഞങ്ങൾ ചവിട്ടി അരച്ചാലും പുഴുവായിട്ട് വന്നു പോലും ഞങ്ങൾ അവൻ്റെ പുറകെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു കേട്ടോ സുമിത്ര. പിന്നീട് കാണിക്കുന്നത് സുജു വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ കൃഷും അതിനുശേഷം തന്നെ ആൻറ്റിയമ്മ വരുന്നുണ്ട്. നിങ്ങൾ ഇങ്ങോട്ടാണ് പോയത്? ഞങ്ങൾ അമ്പലത്തിൽ പോയതാണ് ചേച്ചിയമ്മേ. അമ്പലത്തിലേക്ക് മാത്രമൊന്നുമല്ല, കൺമണിയെ കാണാനായിട്ട് കൂടിയാണെന്ന് കൃഷി പറയുന്നുണ്ട് കേട്ടോ. ഓ നന്നായി, എന്തായാലും അവളോട് ഞങ്ങൾക്ക് പോയി സംസാരിച്ചപ്പോൾ സമാധാനമായി ചേച്ചിയമ്മ, അവളോട് ചെയ്ത് തെറ്റൊക്കെ മാപ്പ് പറഞ്ഞു, ഇപ്പോൾ അതിൻ്റെ മനസ്സമാധാനമായതെന്ന് പറയുന്നു. എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ, ഇപ്പോൾ ആരും വേണ്ടല്ലോ നിനക്ക് നിൻ്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. ചേച്ചിയമ്മ എന്ത് പറഞ്ഞാലും അതിൽ കാര്യമൊന്നുമില്ല. എന്തായാലും എനിക്ക് കൺമണിയോട് സോറി പറയണം, ഇനി അവൾക്ക് വേണ്ടി ഒരു സ്വീകരണമൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അത് നന്നായി, നല്ല കാര്യമാണ് എല്ലാം ചെയ്യുന്നത്, സ്വന്തം ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ച് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആൻ്റിയമ്മയോട് കളിയാക്കലും ഉണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.